12-ാം മാസം 24-ാം തീയതി ഞാൻ പുതുക്കാൻ വന്നപ്പോഴത്തേക്കിനും 23-ാം തീയതി എൻ്റെ മോനൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അത് പിന്നെ 2 മോനുമായിട്ട് ബൈക്കിൽ പോയപ്പം കാറും ബൈക്കുമായിട്ട് കൂട്ടിയിടിച്ചാണ് ആക്സിഡൻ്റ് ഉണ്ടായത്. മോന് പുറകിലിരുന്ന കാരണം കൊണ്ട് തെറിച്ചു പോയി. പിന്നെ തല നല്ലതുപോലെ പോയി ഇടിച്ച് തലച്ചോറെല്ലാം വെളിയിൽ ചാടി ഭയങ്കരമായിട്ട് സീരിയസ് ആയിരുന്നു. ബൈക്ക് ഓടിച്ചോണ്ടിരുന്ന മോനെ ആദ്യം തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഈ മോന് തെറിച്ച് വീണ് ബ്ലഡിൽ കുളിച്ച് കിടന്നതുകൊണ്ട് ആരും എടുക്കാനായിട്ട് മുതിർന്നില്ലായിരുന്നു. പിന്നെ ഒരു ഓട്ടോക്കാരൻ അവിടെ കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി. രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും 2 ദിവസം വരെയും ഒന്നും പറയാറായിട്ടില്ല. മറ്റേ മോൻ അപകടനില തരണം ചെയ്തു. ഈ മോൻ 1% പോലും പറയാനൊന്നും പറ്റത്തില്ല ചേച്ചി. അത് കാരണം കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് പറഞ്ഞ് രാത്രിയിൽ എന്നെ ഇവൻ്റെ കൂട്ടുകാരൻ പിള്ളേർ എന്നെ വിളിക്കുമായിരുന്നു. പിന്നെ ചേച്ചി ഇങ്ങനെ മോന് ആക്സിഡൻ്റ് ഉണ്ടായി, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വരണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ വെൻറ്റിലേറ്ററിലായിരുന്നു. 3-ാമത്തെ ദിവസം ഞാനിവിടെ വന്ന് ഉടമ്പടിയിലായിരുന്നു ഞാൻ. അന്നേരം ഞാൻ എൻ്റെ കയ്യിലിരുന്ന നേർച്ച വസ്തുക്കളെല്ലാം എടുത്ത് ഹോസ്പിറ്റലിൽ പോയി. പിന്നെ ഇവന് 3-ാമത്തെ ദിവസം എൻ്റെ ആങ്ങളയുടെ ഭാര്യ ഇവിടെ വന്ന് അച്ഛനെ കാണുകയും അച്ഛൻ പറഞ്ഞു ഫോട്ടോ എടുത്ത് പേപ്പർ തരണമെന്ന് പറഞ്ഞു. ഫോട്ടോ എടുത്ത് പേപ്പർ പ്രിൻ്റ് ചെയ്ത് അച്ഛനെ കണ്ട് അച്ഛൻ അത് കൈവച്ച് പ്രാർത്ഥിച്ച് തൈലം പൂശി കൊണ്ടുവന്ന് പിന്നെ കാശ് രൂപവും പിന്നെ കൊന്തയും തന്ന് വെഞ്ചേച്ച് അത് ഇവൻ്റെ തലവെണ്ണയുടെ അടിയിലും വെച്ച് പ്രാർത്ഥിച്ചു. അത്രയും 15 ദിവസം ഇവൻ വെൻറ്റിലേറ്ററിൽ കിടന്നു. ഒന്നും പറയാറായില്ല എന്ന് പറഞ്ഞുകൊണ്ട് 15 ദിവസം വെൻറ്റിലേറ്ററിൽ കിടന്നിട്ട് ഇവന് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും ഭക്ഷണമൊന്നും ഇവന് എടുക്കുന്നില്ലായിരുന്നു. 2-ാമത്തെ ആഴ്ച ഡോക്ടർ പറഞ്ഞു ഒരു ശകലം കടിഞ്ചായ തരാമോ എന്ന് ചോദിച്ചപ്പോഴത്തേന് പിന്നെ നേർച്ച വസ്തുവിൽ തൈലം ഞാൻ ഇവനെ കാണാൻ എന്നെ മാത്രമേ കയറ്റത്തുള്ളായിരുന്നു. അവിടെ നിന്ന് ഞാൻ ഇവൻ്റെ പെരുവിരൽ മുതൽ ഇവൻ്റെ തല വരെ ഞാൻ തൈലം തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ഇവനെ കണിഞ്ചായ ചോദിച്ചപ്പോഴത്തേക്കിനും അതിനകത്ത് തേനും പിന്നെ തേനിട്ട് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അത് കഴിഞ്ഞ് ഇതിന് തുടരെ 250 മില്ലി വെച്ച് വെള്ളം പോലെ ഭക്ഷണമാക്കി അരച്ച് ട്യൂബിൽ കൂടെ മൂക്കിൽ കൂടെ കൊടുക്കുന്നുണ്ടായിരുന്നു. അന്നേരപ്പോഴത്തേക്കിനും പിന്നെ ഇവന് പിന്നെ അതിനകത്ത് ചോറരച്ചും പിന്നെ റാഗിപ്പൊടിയും അതും ഇതുമെല്ലാം ഇവർ പറഞ്ഞ പ്രകാരം എല്ലാം അരച്ച് പേർക്ക് കൊടുത്തതിനകത്തെല്ലാം തേനും ഉപ്പും ചേർത്ത് പിന്നെ മകന് കൊടുത്തു. പിന്നെ എന്നൊന്നു പറഞ്ഞ പോലെ പ്രത്യക്ഷകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി ഞാനിവനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇവൻ 15 ദിവസം വെൻറ്റിലേറ്ററിൽ കിടന്നെങ്കിൽ ഒരു സൈഡിൽ സ്കള്ള് മാറ്റി വെച്ച് ലാബിൽ വെച്ചേക്കുമായിരുന്നു. 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് അത് ഇവനെ കണ്ണ് തുറക്കത്തില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞു